പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു ദിനം ദൈവം നമുക്ക് ദാനമായി ഈ പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നെ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചന ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട വചനം ഇതാണ്. റോമാലേഖനം 13-12 രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. അതേ പ്രിയപ്പെട്ടവരെ, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഞാൻ വീണ്ടും റിപ്പീറ്റേഷനായി ആ വാക്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ്. അതേ പ്രിയപ്പെട്ടവരെ, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞ നമ്മുടെ അരിമമണാളനായ കർത്താവ് വെളിപ്പെടാൻ സമയമടുത്തിരിക്കുന്നു. ആയതിനാൽ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ നമുക്ക് വെച്ച് കളയാം. ഇരുളിൻ്റെ സ്വഭാവങ്ങളെ നമുക്ക് വെറുക്കാം. ഇരുളിൻ്റെ ശക്തിയെ ഇന്നു പകൽ വെളിച്ചത്തിൻ്റെ ദാതാവായവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച്, നീ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ ഒന്ന് ഹൃദയത്തിൻ്റെ അകത്ത് അധരങ്ങളെ തുറന്ന് ആ യേശുവിനോട് ഒന്ന് പറയാമോ? ആ ഇരുളിൻ്റെ പ്രവൃത്തികൾ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകട്ടെ. കയ്പുകൾ, മറ്റുള്ളവരോടുള്ള കയ്പുകൾ, വിദ്വേഷങ്ങൾ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് പുറത്തു കളയാം. നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാം. ഇരുളിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് അഴിയപ്പെട്ടാൽ നമ്മളിൽ നടക്കേണ്ട ദൈവപ്രവൃത്തികൾ നമ്മളിൽ നടക്കും. പലപ്പോഴും നമ്മളിൽ ദൈവപ്രവൃത്തി നടക്കാത്തതിൻ്റെ കാരണം നമ്മളിലെ കയ്പാണ്, നമ്മളിലെ ഇരുളിൻ്റെ സ്വഭാവങ്ങളാണ്. അതിനെ നമുക്ക് വിട്ടുകളയാം, ഉരിഞ്ഞു കളയാം. ഉന്നത ഭാവങ്ങളെ വിട്ടുകളയാം, ഞാനെന്നുള്ള ഭാവങ്ങളെ വിട്ടുകളയാം. ദൈവവചനത്തിൽ പറയുന്ന പാപസ്വഭാവങ്ങളെ നമുക്ക് വിട്ടുകളയാം. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് സ്വഭാവങ്ങളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പുറമെ പറയുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുവാൻ നമുക്ക് വെളിച്ചത്തിൻ്റെ ദാതാവായ നമ്മുടെ കർത്താവിനോട്, യേശു അപ്പച്ചനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കൊരു കാര്യം ഇന്ന് പകൽ പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇരുളിൻ്റെ വ്യാപാരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് പുറത്തുവിട്ടാൽ ശത്രു അടച്ച വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയാണ് ദൈവം ഒരുപക്ഷെ നിങ്ങളുടെ വഴികളെ അടച്ചിരിക്കുന്നത്. അത് അവനാൽ തന്നെ തുറക്കുവാൻ കഴിയും. ദൈവമേ, ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടതായ സ്വഭാവ വ്യത്യാസങ്ങളെ ഞാൻ മാറ്റാൻ തയ്യാറാണ്. കർത്താവേ, എൻ്റെ വഴികളെ നീ ഓപ്പൺ ചെയ്യണമേ, മുന്നോട്ടുള്ള പ്രയാണങ്ങളുടെ വഴികളെ തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ പ്രഭാതത്തിൽ അടഞ്ഞ വഴികൾ തുറക്കുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.